ഹലോ, ലൗലി ദേവികയുടെ പുതിയ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു അടിപൊളി കഥയായിട്ട് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാര് സ്റ്റോറി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് നമ്മുടെ ചാനല്. പിന്നെ നമുക്കൊരു ലൈക്കും കൂടെ ചെയ്യാതെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒരു ലൈക്ക് ചെയ്യണം കേട്ടോ പ്ലീസ്. പിന്നെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബും ചെയ്യണം. നിങ്ങളെ ഓരോ ലൈക്കുമാണ് നമ്മുടെ ചാനലിന്റെ ഊർജം. എനിക്ക് ഇനി സ്റ്റോറി ഇടാനായിട്ട് ഒരു തോന്നൽ വരണം എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്തേ മതിയാവുള്ളൂ. അപ്പൊ ഞാനത് റിക്വസ്റ്റ് ചെയ്യാണ്. എല്ലാവരും ഓരോ ലൈക്ക് വീതം എനിക്ക് തരിക. നേരെ കഥയിലേക്ക് പോവാട്ടോ. എൻ്റെ പേര് വിനോദ്. ഒരു ബാങ്കിൽ ജോലി ചെയ്യുകയാണ്. ഇപ്പോൾ വയസ്സ് ഒരു 36 ഭാര്യയും ഞാനും അടങ്ങുന്ന ഭയങ്കര സന്തോഷമുള്ളൊരു കുടുംബം. കല്യാണം കഴിഞ്ഞിട്ട് ഏതാണ്ട് 5 വർഷത്തോളമായി. വീട്ടിൽ അച്ഛനും അമ്മയും അനിയനുമുണ്ട്. അവരുടെ അടുത്ത് നിന്ന് എൻ്റെ ജോലി ആവശ്യത്തിനായി ഞങ്ങളിപ്പോൾ ഇങ്ങോട്ടേക്ക് ടൗണിലേക്ക് മാറിയാണ് താമസിക്കുന്നത്. അച്ഛനും അമ്മയും അനിയനും നാട്ടിൽ തന്നെയാണുള്ളത്. അനിയൻ്റെ പേര് ജിനു. അവൻ എന്നെക്കാളും 7-8 വയസ്സ് ഇളയതാണ്. ഒരുപാട് ലേറ്റായിട്ടാണ് അച്ഛനും അമ്മയ്ക്കും ജിനു ഉണ്ടായത്. രണ്ടാമത്തെ ഒരു കുട്ടിയോട് അവർക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. എന്നാൽ ഒരുപാട് വൈകി. ജിനുവും ഞാനും പ്രായവ്യത്യാസം ഒരുപാടുള്ളത് ഒരു കണക്കിന് ഞങ്ങൾക്കൊരു അനുഗ്രഹമായിരുന്നു. ഒരു കുഞ്ഞിനെ പോലെയാണ് ഞാൻ അവനെ നോക്കിയത്. അവനാണെങ്കിലോ അച്ഛനേക്കാളും സ്നേഹം എന്നോടാ ഉള്ളത്. നല്ല സന്തോഷമുള്ള കുടുംബം. അതിനിടയിലാണ് 5 വർഷം മുന്നേ എൻ്റെ വിവാഹം നടക്കുന്നത്. അവളുടെ പേര് നിഷ. ഒരുപാടൊന്നും ഞാൻ പെണ്ണ് കാണാൻ പോയിട്ടില്ല. ആദ്യം പോയത് തന്നെ നിഷയെ കാണാനായിരുന്നു. കണ്ടപടി എനിക്കിഷ്ടപ്പെട്ടു. ഇത്രയും കാലം മനസ്സിൽ ഞാൻ കൊണ്ടു നടന്നിരുന്ന എൻ്റെ സ്ത്രീ സങ്കല്പങ്ങളെല്ലാം അവളിലുണ്ടായിരുന്നു. മുട്ടിന് തൊട്ട് മുകളിലായി നിൽക്കുന്ന ഇടതൂർന്ന തലമുടി, നല്ല കട്ടപ്പുരികം, അതിന് നടുക്കായി ഒരു പൊട്ട് കുത്തിയിട്ടുണ്ട്. ഇരുനിറം, നല്ല തുടുത്ത ശരീരം, ആവശ്യത്തിന് പൊക്കവും അതിനൊത്ത വണ്ണവുമുണ്ട്. മറ്റു സാധനങ്ങളുമൊക്കെ എല്ലാം തന്നെ ആവശ്യത്തിന്, ഒന്നും കുറവില്ല. നല്ല സുന്ദരി. അവളുടെ ചിരി കാണുമ്പോൾ തന്നെ മയങ്ങി വീഴുന്നത് പോലെ തോന്നിപ്പോയി എനിക്ക്. അന്യനാട്ടിലും മറ്റു സ്ഥലങ്ങളുമൊക്കെയായി പല സ്ഥലത്ത് ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇവളുടെ ഈ ചിരിയും നോട്ടവും ആദ്യത്തെ പ്രാവശ്യം തന്നെ എന്നെ ആകർഷിച്ചു എന്ന് വേണം പറയാൻ. അച്ഛനോടും അമ്മയോടും ഇത് തന്നെ മതിയെന്നും ഇനി വേറെ കല്യാണം നോക്കാൻ നിൽക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു. സന്തോഷത്തോടെ ഞങ്ങളുടെ ആ വിവാഹം നടന്നു. എൻ്റെ വീട്ടുകാരുമായി പൊരുത്തപ്പെടാൻ അവൾക്ക് അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. അച്ഛൻ്റെ അമ്മയുടെയും പ്രിയപ്പെട്ട മോളായി തന്നെ അവൾ മാറി. അനിയന്റെ രണ്ടാനമ്മ എന്ന് വേണമെങ്കിൽ പറയാം. അവന്റെ കാര്യങ്ങളൊക്കെ നോക്കാനും അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഒരു നാത്തൂൻ ഉണ്ടായിരുന്നെങ്കിൽ നാത്തൂൻ പോലെ എടുക്കാമായിരുന്നു എന്ന് അവൾ തമാശയ്ക്ക് പറയും. ഞാൻ കളിയാക്കും, അമ്മായിയമ്മയുണ്ടല്ലോ, എന്നിട്ട് നീ എന്തേ അമ്മായിയമ്മ പോലെ എടുക്കാത്തതെന്ന്. ഒരു പാവമാണ്, സാധു. അവളുടെ വീട്ടിൽ പോയി നിൽക്കാനും ഉള്ള സമയമൊക്കെ ഞങ്ങൾ ചിലവഴിക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവധി സമയങ്ങളിലൊക്കെ എനിക്ക് അവധിയുള്ളപ്പോഴൊക്കെ ഒന്നിച്ച് ട്രിപ്പൊക്കെ പോകും. അവൾക്ക് ജോലിയൊന്നുമില്ല, ഒരു ഹൗസ് വൈഫാണ്. ജോലിക്ക് പോവാനും പഠിക്കാനും ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ ഇഷ്ടമുള്ളതൊക്കെ ചെയ്തോളൂ എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അവൾക്കതിനൊന്നും താല്പര്യമില്ലായിരുന്നു. എനിക്ക് ഏട്ടൻ്റെ കാര്യം നോക്കി ഇവിടെ വീട്ടിലിരിക്കുന്നതാണ് ഇഷ്ടം എന്നവൾ പറഞ്ഞു. ഒരു കണക്കിന് ജോലി കഴിഞ്ഞു വരുമ്പോൾ ഭാര്യ ഡോർ തുറന്നു തരുന്നതും അവൾ ചിരിച്ചുകൊണ്ട് നമ്മളെ വെൽക്കം ചെയ്തതുമൊക്കെ ഒരു പ്രത്യേക സുഖമുള്ള ഫീലല്ലേ. എനിക്കും അതിഷ്ടമായിരുന്നു. ഒരുപാട് നിർബന്ധിച്ച് അവളെ ജോലിക്ക് വിടാനൊന്നും ഞാനും നിന്നില്ല. കാരണം അവൾ ജോലി എടുത്തില്ലെങ്കിലും കഴിയാനുള്ളതൊക്കെ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അവൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതായിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അതിനും താല്പര്യമില്ല. ഒരു കണക്കിനാണ് ഞാൻ എൻ്റെ പഠിത്തം പൂർത്തിയാക്കിയതെന്ന് അവൾ പറഞ്ഞു. കള്ളി, നീ ഒരു മടിച്ചിയാണല്ലേ എന്ന് പറഞ്ഞ് ഞാൻ കളിയാക്കും. നല്ല സന്തോഷത്തോടെയാണ് ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോയത്. ഒരു 2 കൊല്ലം വരെ ഞങ്ങൾക്ക് അയൽവക്കക്കാരോ വീട്ടുകാരുടെയോ കുടുംബക്കാരുടെയോ ഭാഗത്തു നിന്ന് യാതൊരു ശല്യവും ഇല്ലായിരുന്നു. 2 കൊല്ലമായപ്പോൾ എപ്പോഴാണ് കുഞ്ഞിക്കാല് കാണുന്നേ, വിശേഷമൊന്നും ആയില്ലേ എന്ന് ചോദിച്ച് പൊറുതി മുട്ടിക്കാൻ തുടങ്ങി. ആദ്യം ഞങ്ങൾ ചിരിച്ചുകൊണ്ട് അതിനൊക്കെ മറുപടി പറയുമെങ്കിലും പോകെ പോകെ ഞങ്ങളുടെ മനസ്സിലും ഒരു തീരാ ദുഃഖമായി മാറി. ഒരു കുഞ്ഞെന്ന സ്വപ്നം. ഇടയ്ക്കിടയ്ക്ക് അവൾ എൻ്റെ മാറിൽ ചേർന്ന് കരയുമായിരുന്നു. നമുക്ക് മാത്രം എന്താണ് ഏട്ടാ ഈശ്വരൻ ഇങ്ങനൊരു വിധി തന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്കും അതിന് ഉത്തരമില്ലായിരുന്നു. ഭയങ്കര സങ്കടത്തോടെ അവൾ കരയുമ്പോൾ
എനിക്ക് എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നും അറിയില്ല. വർഷങ്ങൾ കഴിഞ്ഞുപോയി. അതിനിടയിലാണ് എനിക്ക് ടൗണിലേക്ക് മാറ്റം കിട്ടിയത്. എൻ്റെ ഒപ്പം അവളും ഞാനും കൂടെ ഒരു റെന്റിന് വീടെടുത്തിപ്പോൾ നിൽക്കുകയാണ്. ഈയൊരു മാറ്റം അവൾക്കും ആവശ്യമായിരുന്നു. നാട്ടുകാരുടെയും മറ്റും കുട്ടിയില്ലാത്തവൾ മച്ചി എന്നൊക്കെയുള്ള പരിഹാസം അവളെ ഒരുപാട് വേദനിപ്പിക്കാറുണ്ട്. എങ്ങനെയെങ്കിലും ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് ലഭിച്ചേ തീരൂ എന്നുള്ള പ്രാർത്ഥനയും ഉരുളി കമഴ്ത്തലുമൊക്കെയായി ഒരുപാട് നാൾ കഴിഞ്ഞുപോയി. ഇപ്പോൾ ഏതാണ്ട് 4 വർഷമായി. ഈ സമയത്താണ് ഹോസ്പിറ്റലിൽ കാണിക്കണമെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതിയായി മനസ്സിൽ ആഗ്രഹം വന്നത്. അതിനു മുന്നേ വരെ ശരിയാവുമെന്നുള്ള ഒരു ശുഭപ്രതീക്ഷയായിരുന്നു മനസ്സിൽ. കൈവിട്ടു പോകുമോ എന്നും ഇനിയും ഹോസ്പിറ്റലിൽ കാണിച്ചു കഴിഞ്ഞില്ലെങ്കിൽ ലേറ്റ് ആയാലോ എന്നൊക്കെ ഞങ്ങൾക്ക് ടെൻഷനായി. എനിക്ക് പ്രായം കൂടുകയല്ലേ. ഇപ്പോൾ തന്നെ 36 വയസ്സായി. അവൾക്ക് 28. അങ്ങനെ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അത്യാവശ്യത്തിനുള്ള എല്ലാ ടെസ്റ്റുകളും ഡോക്ടർ കുറിച്ചു തന്നു. അതെല്ലാം ചെയ്ത് റിസൾട്ടുമായി ചെല്ലുമ്പോൾ സ്കാനിങ്ങും മറ്റു കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടത്തോടെയാണ് ഡോക്ടർ പറഞ്ഞ ആ മറുപടി ഞങ്ങൾ കേൾക്കുന്നത്. വിനോദ്, താങ്കൾക്കാണ് പ്രശ്നം. ഈ ജന്മത്തിൽ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഒരു പിതാവാകാനുള്ള എല്ലാ ആഗ്രഹങ്ങളും നിങ്ങൾ മറന്നേക്കുന്നതായിരിക്കും നല്ലത്. അത് മനസ്സിൽ വെച്ചാൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും വിഷമം ഉണ്ടാവുകയേ ഉള്ളൂ. സത്യം ഇതാണ്. ഇതിനോട് പൊരുത്തപ്പെടാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് കോംപ്ലിക്കേഷൻസ് ഉള്ള 1-2 പ്രശ്നങ്ങളാണുള്ളത്. അതുകൊണ്ട് ഒരിക്കലും ഒരു കുട്ടിയുണ്ടാവാൻ സാധ്യതയില്ല. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് ടെസ്റ്റ് ട്യൂബ് പോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നോക്കാം. ഡോക്ടർ അത് പറഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായി. എൻ്റെ നെഞ്ചിൽ ചേർന്ന് അവൾ ഒരുപാട് തേങ്ങിക്കരഞ്ഞു. അവളെ ആശ്വസിപ്പിക്കാൻ പോലും എനിക്ക് വാക്കുകൾ ഉണ്ടായിരുന്നില്ല. എന്ത് ചെയ്യണമെന്നറിയാത്ത നിമിഷങ്ങൾ. ടെസ്റ്റ് ട്യൂബ് ബേബി എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും പ്രതീക്ഷയായി. എന്നാൽ അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ ഞെട്ടിപ്പോയി. ഞങ്ങളെ കൊണ്ട് താങ്ങാൻ കഴിയാത്തത്ര വലിയ തുകയാണ് അതിന്റെ പിന്നിൽ വേണ്ടിയിരുന്നത്. അങ്ങനെ ഒരു കുഞ്ഞെന്ന മോഹം പതിയെ ഞങ്ങളുടെ മനസ്സിൽ നിന്ന് ഞങ്ങൾ മറക്കാൻ തുടങ്ങി. എന്നെ ഇതും പറഞ്ഞ് അവൾ ഒരു തരത്തിലും വേദനിപ്പിച്ചിട്ടില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോക്കുമ്പോൾ ഒരു തലയിണയോ ബെഡ്ഷീറ്റോ ഒക്കെ ചുരുട്ടി ഒരു കുഞ്ഞിന്റെ ആകൃതിയിലാക്കി കയ്യിൽ വെച്ച് താലോലിക്കുന്ന നിഷയെ കാണുമ്പോൾ ഞാൻ 10 മടങ്ങ് വിഷമത്തിലായി പോകുമായിരുന്നു. അവളോട് ചെയ്യുന്ന ഒരു ദുഷ്ടത്തരമാണ് അതെന്ന് എനിക്ക് തോന്നി. ഒരു കാര്യം ചെയ്യൂ മോളെ, നീ നമുക്ക് വിവാഹമോചനത്തിന് അപ്ലിക്കേഷൻ കൊടുത്താലോ? നീ മറ്റൊരാളെ വിവാഹം കഴിക്കൂ. ഒരു കുഞ്ഞെന്ന ആഗ്രഹം നിനക്കുണ്ടെന്ന് എനിക്കറിയാം. അത് ഒരിക്കലും നിഷേധിക്കാൻ എനിക്ക് അവകാശമില്ല. നീ വേറൊരാളുമായി കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ജീവിച്ചോളൂ. എനിക്ക് വേണ്ടി നിന്റെ നല്ല പ്രായവും അമ്മയാവാനുള്ള മോഹവും ഉപേക്ഷിക്കരുത്. അവൾ എന്നോട് ദേഷ്യപ്പെട്ടാണ് അതിന് പ്രതികരിച്ചത്. ഏട്ടൻ എന്ത് ഭ്രാന്തൊക്കെയാണ് പറയുന്നേ? ഈ ജന്മത്തിൽ മറ്റൊരാണിനെ പറ്റി എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല. നിങ്ങളെ എന്റെ ജീവന്റെ പാതിയായി കണ്ടു തന്നെ ഞാൻ സ്നേഹിച്ചു പോയി. കുഞ്ഞുണ്ടാവുക ഉണ്ടാവാതിരിക്കുക എന്നതൊക്കെ നമ്മുടെ വിധിയും ദൈവാനുഗ്രഹവുമാണ്. അതിനോട് പൊരുത്തപ്പെട്ടു പോവാൻ ഞാൻ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. ഏട്ടൻ ഇതുപോലുള്ള ഭ്രാന്ത് പറയുന്നത് നിർത്തൂ. എന്റെ അടുത്ത് ഇനി ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. അവൾക്ക് എന്നോടുള്ള സ്നേഹം എത്രയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു അത്. എന്റെയും അവളുടെയും വീട്ടിൽ എനിക്കാണ് പ്രശ്നമെന്ന് ഞങ്ങൾ പറയാൻ നിന്നില്ല. രണ്ടുപേർക്കും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെന്നും അത് ചികിത്സിച്ചാൽ മാറുമെന്നും മാത്രം പറഞ്ഞു. കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ ഞാനൊരു പരിഹാസ്യനാവുന്നത് അവൾക്ക് സഹിക്കില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ എന്റെ അനിയൻ ടൗണിലേക്ക് വന്നു. അവന് ഇവിടെ ഒരു ജോലി ശരിയാക്കി കൊടുക്കണമെന്ന് ഒരുപാട് നാളായി എന്നോട് പറയുന്നു. ഞാൻ എന്റെ സുഹൃത്തുക്കളോടും മറ്റുള്ളവരോടും ഒക്കെ അന്വേഷിച്ച് അവന്റെ പഠിപ്പിനും മറ്റും ചേർന്നിട്ടുള്ള ഒരു ജോലി കണ്ടെത്തി. അവൻ മിടുക്കനാണ്. എല്ലാ കാര്യത്തിനും നല്ല സ്മാർട്ടായിട്ട് നിൽക്കും. എന്നെ പോലെയൊന്നുമല്ല. അച്ഛന്റെ അമ്മയുടെയും എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ വന്നിട്ടും ഒരു കുറവുമില്ലാതെ അവൻ നോക്കുമായിരുന്നു. പഠിത്തത്തിലും ബഹുകേമൻ. എന്നാൽ ബന്ധുക്കളോടുള്ള ബന്ധങ്ങളിലും കാര്യങ്ങളിലുമൊക്കെ അവന് അല്പം ബന്ധം നിലനിർത്താൻ മടിയാണ്. അക്കാര്യങ്ങളിൽ അവരോട് ഞാൻ എപ്പോഴും വഴക്ക് പറയും. കൊച്ചച്ഛനോടും ചിറ്റയോടും നമ്മുടെ അമ്മാവന്മാരോടുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് സംസാരിച്ചാൽ എന്താ നിനക്ക്? അവരോടൊക്കെ ബന്ധം നിലനിർത്തി കൊണ്ടുപോകണം. അവന് താല്പര്യമില്ല. അച്ഛനും അമ്മയും ഏട്ടനും ഏട്ടത്തിയും ഇതാണ് എൻ്റെ ലോകം. എനിക്ക് നിങ്ങൾ മാത്രം മതി. നിങ്ങൾ മാത്രമേ ഞാൻ മനസ്സ് നിറഞ്ഞ് ഇതുവരെ സ്നേഹിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളവരോടൊക്കെ വെറുതെ ഫോർമാലിറ്റിക്ക് മാത്രമുള്ള ബന്ധമല്ല ഏട്ടാ. ഒരു കണക്കിന് അത് പറഞ്ഞാൽ ശരിയുമാണ്.
എന്തെങ്കിലും വിശേഷമുണ്ടെങ്കിൽ മാത്രമാണ് ഞങ്ങൾ കുടുംബക്കാരെല്ലാവരും പരസ്പരം ഒന്നിച്ചു കൂടുന്നത്. അല്ലാത്തപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടുകാരും മാത്രം. എന്തെങ്കിലും ദുഃഖമോ വിഷമമോ വന്നാലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. അവനോട്, ആ പ്രായത്തിൽ കവിഞ്ഞ അവന്റെ പക്വതയോട് എനിക്ക് ആ നിമിഷം തോന്നിയത് ബഹുമാനമാണ്. നിഷയ്ക്കും അവനെ വലിയ ഇഷ്ടമാണ്. അവൾ ഒറ്റ മോളാണ്, അച്ഛന്റെ അമ്മയ്ക്കുമുള്ള ഏക സന്തതി. അനിയനോ അനിയത്തിയോ ഇല്ലാത്തതിന്റെ ആ വിഷമം അവൾ എന്റെ വീട്ടിൽ വരുമ്പോൾ ജിനുവിന്റെ അടുത്താണ് ആശ്വാസം കണ്ടെത്താറുള്ളത്. രണ്ടുപേരും ഒന്നിച്ച് പറമ്പിൽ പോയി മാങ്ങ പൊട്ടിക്കാനും കുളത്തിൽ നീന്താനും ഒക്കെ പോകും. ഏട്ടത്തി എന്ന് വെച്ചാൽ ചെറുക്കനും ഇപ്പോൾ ജീവനാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഏട്ടനും ഇവിടെ ഉണ്ടേ, നമ്മളെയും പരിഗണിക്കണേ എന്ന് അവരുടെ സംസാരത്തിനിടയിൽ ഞാൻ പറയും. എന്നാൽ എന്നെ തള്ളിമാറ്റി സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് അവർ വീണ്ടും അവരുടെ കാര്യങ്ങൾ തുടരും. കുട്ടികളുണ്ടാവാത്തതിന്റെ അതീവ ദുഃഖം എങ്ങനെ മറികടക്കുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ജിനു നാട്ടിൽ നിന്ന് വരുന്നത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത് വലിയ ആശ്വാസമായി. അവൻ വീട്ടിലേക്ക് വന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പരസ്പരം സങ്കടപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ ആറ്റിറ്റ്യൂഡൊക്കെ മാറി. ഏട്ടനും ഏട്ടത്തിയും എന്താ സങ്കടപ്പെട്ടിരിക്കുന്നേ? ഈ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിയുമ്പോൾ എല്ലാം ശരിയാകുമെന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ? രണ്ടുപേരും നല്ല ജിൽജില്ലായിട്ട് നിൽക്ക്. അവന്റെ സംസാരവും ആ കളിച്ചിരിയും ഒക്കെ വീടിനൊരനക്കം കൊണ്ടുവന്നു. അവനിപ്പോൾ 22 വയസ്സാണ്. നല്ല രീതിയിൽ അവന്റെ സംസാരവും കളിച്ചിരികളും ഒക്കെ ഞങ്ങളുടെ മൂഡ് മാറ്റാൻ തന്നെ ഉപകരിച്ചു. അവളും ഇപ്പോൾ നല്ല ഉഷാറാണ്. ഇടയ്ക്കിടയ്ക്ക് യൂട്യൂബിൽ നോക്കി രണ്ടാളും കൂടെ കിച്ചണിൽ പുതിയ പുതിയ പരീക്ഷണങ്ങളൊക്കെ നടത്താറുണ്ട്. അവളുടെ സ്വഭാവത്തിനും ഒരുപാട് മാറ്റം വന്നു. ജോലി കഴിഞ്ഞ് ഞാൻ വരുമ്പോൾ രണ്ടുപേരും കളിചിരിയുമായി ഇരിക്കുന്നത് കാണുമ്പോൾ എന്റെ മനസ്സ് നിറയും. അവനോട് ഞാൻ എപ്പോഴും പറയും, മോനെ, ഏട്ടത്തിയുടെ അടുത്ത് നിന്ന് നീ ഒരിടത്തേക്കും മാറരുത് കേട്ടോ. അവൾ ഭയങ്കര ഡിപ്രസ്ഡ് ആണ്. നീ വേണം എല്ലാ സന്തോഷവും മോൾക്ക് കൊടുക്കാൻ. പിന്നെന്താ ഏട്ടാ, എന്റെ അമ്മയെ പോലെ തന്നെയാണ് ഏട്ടത്തിയും. ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം. ഏട്ടൻ ജോലിക്ക് പോയിട്ട് സമാധാനത്തോടെ വന്നോളൂ. അതിനിടയിൽ അവന് ഞാൻ ജോലി ശരിയാക്കി കൊടുത്ത IT കമ്പനിയിൽ വർക്ക് ഫ്രം ഹോമാണുള്ളത്. ഒരു കണക്കിന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അത് ആശ്വാസവുമായി. ഇടയ്ക്കിടയ്ക്ക് പോയി മുറിയിലിരുന്ന് ലാപ്ടോപ്പിൽ തോണ്ടിയാൽ അവന്റെ ജോലി കഴിയും. പിന്നീട് നിഷയോടൊപ്പം ബാക്കി സമയം അവൻ ചിലവഴിക്കും. ഫോണിലോ TV-യിലോ ഒക്കെ ഇഷ്ടപ്പെട്ട സിനിമയും സീരീസ് കാണുകയാണ് രണ്ടുപേരുടെയും അടുത്ത വിനോദം. അവർ രണ്ടുപേരും സന്തോഷിക്കുന്നത് കണ്ട് മനസ്സ് നിറഞ്ഞ് ഞാൻ ദിവസങ്ങൾ തള്ളി നീക്കി. അതിനിടയിൽ എപ്പോഴോ ഇവരെ പറ്റി ഞാൻ അറിയാതെ ഒരു സ്വപ്നം കണ്ടുപോയി. ആ സ്വപ്നം എന്താണെന്നല്ലേ? ഞാൻ ഇല്ലാത്ത ദിവസം നിഷയും ജിനുവും മാത്രം തനിച്ചുള്ള സമയം. രണ്ടുപേരും എന്നെ പറ്റിയുള്ള ചിന്തയെ പാടമറന്ന് ഒന്നാകുന്നു. നിഷയിൽ നിന്ന് ഒരു കുഞ്ഞിനെ എനിക്ക് ലഭിക്കാൻ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ജിനു ചെയ്യും. അങ്ങനെ ജിനുവിന്റെ കുഞ്ഞ് എന്റെ നിഷയുടെ ഉദരത്തിൽ ജന്മമെടുക്കും. സ്വപ്നത്തിൽ നിന്ന് വളരെ വിഷമത്തോടെ ഞെട്ടി ഞാൻ എഴുന്നേറ്റു. എന്തു പറ്റിയേട്ടാ? അവൾ എന്നെ ആശ്വസിപ്പിച്ചു. സ്വപ്നമില്ലത് കണ്ടോ, പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങ്. ഏട്ടന് ഒരുപാട് ടെൻഷനുണ്ട്, അതുകൊണ്ടാണ് മനസ്സിൽ ഇങ്ങനെയൊക്കെ കാണുന്നേ. കിടന്നുറങ്ങിട്ടോ. എന്ത് സ്വപ്നമാണ് ഞാൻ കണ്ടതെന്ന് അവളോട് പറഞ്ഞില്ല. പക്ഷേ അത് പറഞ്ഞാൽ അവളുടെ റിയാക്ഷൻ ഭയങ്കര മോശമായിരിക്കും. ആ സ്വപ്നം എന്നെ വളരെ അസ്വസ്ഥനാക്കി. എന്റെ മനസ്സിൽ ചിലപ്പോൾ ഉപബോധ മനസ്സിൽ ഈ ചിന്തയൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും ഞാനത് സ്വപ്നമായി കണ്ടതും. പിന്നീട് അവളെയും ജിനുവിനെയും ഒന്നിച്ചു കാണുമ്പോൾ എനിക്ക് ചെറിയ രീതിയിൽ അസ്വസ്ഥത വരാൻ തുടങ്ങി. ജോലിസ്ഥലത്ത് പോകുമ്പോഴും ഇവരെ പറ്റി മാത്രമായി എന്റെ ചിന്ത. ഈശ്വര, ഞാനില്ലാത്ത സമയം ഇവർ മുതലെടുക്കുന്നുണ്ടോ എന്ന് ഞാൻ ആലോചിക്കാൻ തുടങ്ങി. എന്നാൽ എന്റെ ആ ചിന്ത കുറച്ചു കാലത്തേക്ക് മാത്രമേ നിലനിന്നുള്ളൂ. കാരണം അവളും ജിനുവും ഒരു പരിധിക്കപ്പുറത്തേക്കുള്ള ഒരു ബന്ധവും ഇല്ലായിരുന്നു. അതെല്ലാം എന്റെ ആ സ്വപ്നം കാണലിനെ സംബന്ധിച്ചുള്ള തോന്നൽ മാത്രമായിരുന്നു. എന്നാൽ ആ സ്വപ്നത്തിന് മറ്റൊരു കാര്യം എന്റെ മനസ്സിൽ നിക്ഷേപിക്കാൻ കഴിഞ്ഞു. ഒരു കുഞ്ഞിനെ എനിക്കൊരിക്കലും ഈ ജന്മത്തിൽ അവൾക്ക് കൊടുക്കാൻ കഴിയില്ല. ഒരു കുഞ്ഞിനെ ദത്തെടുക്കുന്നതിനെ പറ്റിയും ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത്ര ആഗ്രഹവുമില്ല. സ്വന്തം ചോരയിൽ തന്നെ പിറക്കുന്ന ഒരു കുഞ്ഞുണ്ടെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്. എന്റെ സ്ഥാനത്ത് അവളുടെ അരികിലേക്ക് ജിനു ചെന്നാലോ? ജിനുവിന്റെ കുഞ്ഞ് അവൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ രക്തത്തിൽ പിറന്ന കുഞ്ഞിനെ തന്നെ ഞങ്ങൾക്ക് കിട്ടുമല്ലോ. അവനിത് അറിയാതെ ഇരുന്നാൽ പോരെ? എന്റെ കുഞ്ഞാണെന്ന് ബാക്കിയുള്ളവർ വിശ്വസിക്കുകയും ചെയ്യും. ഡോക്ടറിനൊഴിച്ച് ബാക്കി എല്ലാവർക്കും ഈ സത്യം അറിയില്ല. അപ്പോൾ അവന്റെ കുഞ്ഞിനെ എന്റെ കുഞ്ഞായി പോറ്റാൻ എനിക്കധികം വിഷമവും ഉണ്ടാവില്ല. മറ്റൊരാളുടെ ഒരു അനാഥ ശിശുവിനെ പോറ്റുന്നതിനേക്കാളും എന്റെ ജിനുവിന്റെ കുഞ്ഞിനെ സന്തോഷത്തോടെ തന്നെ ഞാൻ നോക്കി വളർത്തും. നിഷയ്ക്കും സന്തോഷമാവും.
ഈ കാര്യത്തെപ്പറ്റി ഞാൻ ദിവസവും ആലോചിച്ചു തുടങ്ങി. ഒരുപാട് ആലോചിച്ചു വന്നപ്പോഴേക്കും എന്റെ മനസ്സിൽ ഭയങ്കര സന്തോഷം തോന്നി. ഇത്രയും കാലം കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്നുള്ള ദുഃഖം മറികടന്നൊരു തോന്നൽ. ഇനി ജിനുവിൽ നിന്ന് ഒരു കുഞ്ഞ് എന്റെ ദിശയ്ക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ഞാനാണ്. ഞാൻ മനസ്സിലോർത്തു. എങ്ങനെ ഇതിനെപ്പറ്റി അവളോട് അനുവാദം ചോദിക്കുമെന്ന് എനിക്ക് ഭയങ്കര സംശയമായിരുന്നു. ഞങ്ങളുടെ സ്വകാര്യമായ നിമിഷങ്ങളിൽ അവൾ എന്റെ അടുത്ത് തളർന്നു കിടക്കുമ്പോൾ ഞാൻ മുടിയിലൂടെ വിരലോടിച്ച് അവളോട് ഈ കാര്യം പറഞ്ഞു. എന്ത് സുന്ദരനാണ് ജിനിക്കുട്ടൻ, അവന് കല്യാണം നോക്കണ്ടേ? ഒന്ന് പോയേ ഏട്ടാ, 22 വയസ്സേ ആയിട്ടുള്ളൂ, ചെറിയ കുഞ്ഞാണവൻ. അവന് കല്യാണം ആലോചിക്കാൻ നടക്കുകയാണോ? ഒരു 5 കൊല്ലം കൂടെ കഴിയാതെ വിവാഹം നടത്തണ്ട എന്നാണ് എന്റെ അഭിപ്രായം. ഈ കുട്ടിക്കളിയൊക്കെ മാറ്റി ചെക്കന് അല്പം പക്വത ആവട്ടെ. ഈ അവസരത്തിൽ തന്നെ ഞാൻ പിടിച്ചു കയറാൻ തുടങ്ങി. അവന്റെ കുട്ടിക്കളി നീ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. അവൻ കുട്ടിയല്ലാതെ വലുതായി കഴിഞ്ഞാൽ നിനക്കെങ്ങനെയാണ് അത് തിരിച്ചറിയാൻ പറ്റുക? ഏതെങ്കിലും അർത്ഥത്തിൽ അവൻ അവന്റെ വലുപ്പവും ചെറുപ്പവും നിന്നെ തെളിയിച്ചു കാണിക്കാറുണ്ടോ? അല്പം കള്ളച്ചിരിയോടെ ഞാൻ പറഞ്ഞപ്പോൾ അവൾ അത്ഭുതത്തോടെ എന്നെ നോക്കി. ഏട്ടനെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതോ, ഞാൻ പറയട്ടെ, ഞാനും നീയും ജോലി സ്ഥലത്ത് ഒറ്റയ്ക്കല്ലായിരുന്നോ? ഇപ്പോൾ അവൻ നിന്റോടൊപ്പം സമയം ചിലവഴിക്കുന്നുണ്ട്. ചില നിമിഷങ്ങളിൽ ആർക്കായാലും മനസ്സൊന്ന് പതറിപ്പോവും. എല്ലാ സന്ദർഭത്തിലും മനസ്സ് പതറുന്നതിന് ഞാൻ എതിർപ്പൊന്നും പറയില്ല കേട്ടോ. നിനക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അവനുമായി ചിലവഴിച്ചോളൂ. ഈ ഏട്ടന് സന്തോഷം മാത്രമേ ഉള്ളൂ. അവൾ വീണ്ടും ഒരിഷ്ടക്കേടോടെയാണ് എന്റെ മുഖത്ത് നോക്കിയത്. എന്താ പറയുന്നതെന്ന് ഏട്ടന് വല്ല ധാരണയുമുണ്ടോ? ഇതുപോലുള്ള തോന്നിയവാസം ഇനി എന്റെ അടുത്ത് പറയരുത്. അതല്ല പെണ്ണെ, നീ ഒന്ന് അടഞ്ഞ് ഞാൻ പറയട്ടെ. ജിനുവിൽ നിന്ന് ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലെ എല്ലാ പ്രശ്നവും മാറില്ലേ? അമ്മയാവണമെന്ന നിന്റെ എല്ലാ ആഗ്രഹങ്ങളും അവൻ പൂർത്തീകരിച്ചു തരും. ഏട്ടാ, അവൾ ഞെട്ടലോടെ എന്നെ നോക്കി. എന്റെ മോനെ പോലെയാണ് അവൻ. ഇങ്ങനെയൊന്നും എന്നോട് പറയാൻ പാടില്ല. അവളുടെ മിഴികൾ നിറഞ്ഞൊഴുകി. അവളെ ഞാൻ വീണ്ടും ആശ്വസിപ്പിച്ചു. എന്റെ പൊട്ടിപ്പെണ്ണേ, നീ യാതൊരു തരത്തിലും ഇത് നെഗറ്റീവായിട്ട് എടുക്കണ്ട. ഇതിന് എന്തെല്ലാം തരം പോസിറ്റീവ് വശങ്ങൾ ഉണ്ടെന്ന് മാത്രം ആലോചിക്കൂ. ആ ചെക്കനെ എങ്ങനെയെങ്കിലും പാട്ടിലാക്കുന്നതിനെ പറ്റി മാത്രം നീ ഇപ്പോൾ ആലോചിച്ചാൽ മതി. നിനക്കൊരു കുഞ്ഞിനെ അവന് സമ്മാനിക്കാൻ കഴിഞ്ഞാൽ ഏട്ടത്തിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനം അതായിരിക്കുമെന്ന് നീ അവനോട് തുറന്നു പറയാനൊന്നും പോകണ്ട. മറിച്ച് അവനുമായുള്ള ചില കള്ളത്തര ബന്ധങ്ങൾ തുടങ്ങി വെക്കൂ. ഒടുവിൽ നമ്മുടെ ഈ ആഗ്രഹവും ആവശ്യവും നടന്നു കഴിഞ്ഞാൽ അവനുമായുള്ള ബന്ധങ്ങളൊക്കെ നീ അങ്ങ് അവസാനിപ്പിച്ചേക്ക്. ഈ കുഞ്ഞ് അവൻ്റെതാണെന്ന് ഒരു തരത്തിലും അവൻ അറിയാനും പോകുന്നില്ല. എന്റെയും നിന്റെയും കുഞ്ഞായി നമ്മൾ അതിനെ പോറ്റി വളർത്തും. ഒരുപാട് ദിവസത്തെ എന്റെ ഈ സംസാരം വേണ്ടി വന്നു അവളെ ഇതൊന്ന് നോർമലൈസ് ആക്കി എടുക്കാൻ. പിന്നീട് ജിനുവുമായുള്ള അവളുടെ സംസാരം ആകെ കുറഞ്ഞു വന്നു. അവൾക്ക് അവനോടെന്തോ അകൽച്ച പോലെ. എനിക്ക് സങ്കടമായി. നീ അതൊന്നും മനസ്സിൽ വിചാരിച്ച് അവനോട് പെരുമാറല്ലേ? ഏട്ടത്തി മിണ്ടുന്നില്ല എന്ന് പറഞ്ഞ് പരാതി പറയാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരുപാട് ദിവസമായ ചെക്കൻ. പഴയതുപോലെ ആവും നിഷ, പ്ലീസ്. നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ വെളിച്ചം കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ലേ ഇത്? കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ അവൾ കൺവിൻസ്ഡ് ആയി. അവൾക്കും ഇപ്പോൾ ജിനുവിനോട് ചെറിയ രീതിയിൽ അട്രാക്ഷൻസ് ഒക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ആ ചെക്കനെ വളയ്ക്കാനാണ് ഇപ്പോൾ അവൾ ശ്രമിക്കുന്നത്. ഏട്ടത്തി ദൈവമാണ്, അമ്മയാണ് എന്നൊക്കെയുള്ള അവന്റെ ആ ആറ്റിറ്റ്യൂഡ് മാറ്റാൻ അല്പസ്വല്പം കാര്യങ്ങളൊക്കെ അവനെ കാണിച്ചു തന്നെ തുടങ്ങണമെന്ന് ഞാൻ അവളോട് പറഞ്ഞു. ഞാനില്ലാത്ത നിമിഷങ്ങൾ നല്ല സൂപ്പറായി തന്നെ അവളും എക്സിക്യൂട്ട് ചെയ്തു. തറ തുടയ്ക്കുന്നതും തുണി അലക്കുന്നതും, എന്തിനേറെ കുളിച്ചിട്ട് പകുതി ഡ്രസ്സിൽ പുറത്തേക്ക് ഇറങ്ങി വരുന്നതുൾപ്പെടെ അവന്റെ മനസ്സിളക്കാൻ പാകത്തിന് എല്ലാ കാര്യങ്ങളും അവൾ ഭംഗിയായി തന്നെ ചെയ്തു. ആൺകുട്ടിയല്ലേ, അങ്ങോട്ടേക്ക് ഇതുപോലെ അപ്രോച്ച് ചെയ്താൽ അവന്റെ മനസ്സ് കലങ്ങാതിരിക്കില്ലല്ലോ. ഏതോ ഒരു നിമിഷം ജിനുവിനും കൈവിട്ടുപോയി. തന്റെ അമ്മയുടെ സ്ഥാനമാണ് ഏട്ടത്തിക്കെന്ന് പറഞ്ഞത് പാടെ അവൻ മറന്നുപോയിരുന്നു. ഏട്ടത്തിയുടെ അടുത്ത് അവന്റെ മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളും തുറന്നു പറഞ്ഞു. അവനോടുള്ള എല്ലാ കൊതിയും ഇവളും തുറന്നു പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും ഞാനില്ലാത്ത നിമിഷങ്ങൾ പരസ്പരം ആസ്വദിക്കാനും ആഘോഷിക്കാനും തുടങ്ങി. അവരുടെ ആ ആഘോഷം നന്നായി തന്നെ എനിക്കൊന്ന് നേരിട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എപ്പോഴോ എൻ്റെ മനസ്സിലെ ഒരു കുക്കോളുടെ ഭർത്താവ് ഉണർന്നു. പക്ഷേ
അതിനുള്ള അവസരത്തെക്കാളും ഒരു കുഞ്ഞെന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ സ്വപ്നം. ഏതാണ്ട് 3 മാസം വരെ ഞാൻ കാത്തിരുന്നു. ഇവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ ബന്ധം നല്ല ഒന്നാന്തരം രീതിയിൽ തന്നെ വളർന്നു പന്തലിക്കാൻ ഞാൻ വെയിറ്റ് ചെയ്തു. 3-ാമത്തെ മാസമാണ് ആ സന്തോഷ വാർത്ത അവൾ എന്നോട് പറയുന്നേ. അതെ, നിഷയ്ക്ക് വിശേഷമുണ്ട്. എന്താണ്, ആരുടെയാണ് കുഞ്ഞെന്നൊന്നും കൂടുതൽ എനിക്ക് അന്വേഷിക്കാൻ ആഗ്രഹമില്ലായിരുന്നു. ഇതിപ്പോൾ ജിനുവിൻ്റെത് തന്നെയാണെങ്കിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുഞ്ഞായി കഴിഞ്ഞപ്പോഴേക്കും അവനോട് ചെറിയ ഗ്യാപ്പിടാൻ തുടങ്ങി നിഷ. കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവനെ അവൾ ബോധ്യപ്പെടുത്തി. ഇപ്പോൾ നിന്റെ ഏട്ടന്റെ ഭാര്യ മാത്രമല്ല ഞാൻ, ഏട്ടന്റെ കുഞ്ഞിന്റെ അമ്മയും കൂടെയാണ്. നമുക്ക് ഈ ബന്ധമൊക്കെ ഇവിടെ നിന്ന് അവസാനിപ്പിച്ചാലോ? എന്നാൽ ശരി, ഏട്ടത്തിയുടെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ. അവനും അതിന് കൂട്ടുനിന്നു. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം മനസ്സ് നിറഞ്ഞാണ് നിഷയുമായി ഞാനെന്ന് സന്തോഷം പങ്കുവച്ചത്. എന്റെ എല്ലാമായി അവൾ മാറുമ്പോൾ ഹിതപ്പോടെ അവൾ പറഞ്ഞു, ഏട്ടാ, ഇത് ഏട്ടന്റെ അല്ല, അവന്റെ തന്നെയാണ്. എനിക്ക് 100% ഉറപ്പാണ്. ആരുടെ ആയാലും എന്താ മുത്തേ, നിന്റെ കുഞ്ഞെന്ന് പറഞ്ഞാൽ എന്റെയും കുഞ്ഞാണ്. എന്റെ ജിനുവിന്റെ കുഞ്ഞ് എന്റെയും കുഞ്ഞ്. നമുക്ക് ദൈവം സന്തോഷത്തോടെ ഒരു അനുഗ്രഹം തന്നിരിക്കുകയാണ്. അതെ, എന്റെ അനിയന്റെ കുഞ്ഞിനെ എന്റെ ഭാര്യയുടെ വയറ്റിൽ വളർത്താൻ ഞാൻ കുറച്ചൊന്നുമല്ല ആഗ്രഹിച്ചത്. അവരുടെ ഒന്നിച്ചുള്ള നിമിഷങ്ങൾ കാണാനും എനിക്ക് കൊതിയായിരുന്നു. അതിനു വേണ്ടിയിട്ടുള്ള ഒരു അവസരവും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്റെയും നിഷയുടെയും ജിനുവിന്റെയും കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ജിനുവും നിഷയും തമ്മിലുള്ള ഫുൾ ഹോട്ട് വേർഷൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഉണ്ടാകും. അവിടേക്ക് എല്ലാവരും നേരെ കയറിപ്പോര്. നല്ല ഒന്നാന്തരം രീതിയിൽ പച്ചയ്ക്ക് തന്നെ അവിടെ എല്ലാ അർത്ഥത്തിലും ഞാൻ കഥ പറയുന്നുണ്ട്. അത് കേട്ട് കോരിത്തരിക്കണമെങ്കിൽ എല്ലാവരും ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു സൂപ്പർ സ്റ്റോറിയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ ഡിയേഴ്സ്.